എവരിവൺ, അപ്പം നമുക്ക് നമ്മുടെ ബേസിക് സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചാലോ. അപ്പം അതിന് വേണ്ടി ഞാൻ നമ്മുടെ 4mm ഹൂക്കും ഒരു കത്രികയും ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാജിക് റിങ് പഠിക്കാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കുന്നത് മാജിക് റിങ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ എക്സ് രൂപത്തിലാക്കിയ ശേഷം ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് ഞാൻ എൻ്റെ ഷോർട്സിൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടിയവരായാലും നോക്കാം. അപ്പോൾ ഞാനിതാ ഈ ചെറിയ നൂലൊന്ന് വലിച്ചു കൊടുത്താൽ ഈ ലൂപ്പൊന്ന് ചെറുതായി കിട്ടും. അതിനുശേഷം യാൺ ഓവർ ചെയ്തതിന് ശേഷം മാജിക് റിങ്ങിൻ്റെ ഹോളിലേക്ക് നമ്മൾ ഹൂക്ക് കയറ്റിയതിന് ശേഷം ഒരു യാൺ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ആദ്യം യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ഹോളിലേക്ക് കയറാം. നമ്മൾ ലൂപ്പ് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പ് മാത്രം വലിച്ചെടുക്കാം. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പ് മാത്രം വലിച്ചെടുക്കാം. ഇതാട്ടോ ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ ഇത് 2 വട്ടം ഞാൻ ചെയ്തതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഞാനിവിടെ 2 വട്ടം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ 12 വട്ടം ചെയ്യണം കേട്ടോ, റിപ്പീറ്റ് ചെയ്തിട്ട്. പിന്നെ 12 വട്ടം ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ 12ാമത്തെ സ്റ്റിച്ച് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 12 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ 2ാമത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതാണ് ഡബിൾ ക്രോഷേ. ഇനി നമുക്ക് ഈ ഒരു ചെറിയ നൂലൊന്ന് വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ നടുവുള്ള ഹോളൊന്ന് ക്ലോസ് ആകും കേട്ടോ, ചെറുതാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മൾ സ്ലിപ്പ് നോട്ട് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ 3ാമതായി പഠിക്കുന്നത്. ഇനി നമ്മൾ 1 2 3 എണ്ണുക കേട്ടോ. 1 2 3 എണ്ണിയിട്ട് 3ാമത്തെ സ്റ്റിച്ചിൽ കയറിയിട്ട് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് നമുക്ക് മൊത്തം ഒന്ന് വലിച്ചെടുക്കാം, ഫുൾ ലൂപ്പ് വലിച്ചെടുക്കാം. ഇനി നമുക്ക് തുടരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തത്. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ കടക്കാം കേട്ടോ. അടുത്ത സ്റ്റിച്ചിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എക്സ് രൂപത്തിലാക്കിയ ശേഷം സ്ലിപ്പ് നോട്ട് ചെയ്യുന്നുണ്ട്. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നമ്മുടെ ഹൂക്കൊന്ന് ചുറ്റിയെടുത്ത് യാൺ ഓവർ ചെയ്യും. ഇതാണ് കേട്ടോ നമ്മുടെ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ചെയിൻ കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അടുത്ത സ്റ്റിച്ച് നമ്മൾ തുടങ്ങുന്നത്. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇഷ്ടമുള്ള ഹൂക്ക് എടുക്കാം. ഞാനിവിടെ എടുത്ത 4mm ആണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണി നോക്കുന്നുണ്ട് എണ്ണാണോ എന്ന്. അപ്പോൾ ഞാൻ എണ്ണാണ്, കറക്റ്റാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ 3 എണ്ണം നമ്മൾ അധികം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ 3 എണ്ണം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 2. അപ്പോൾ ഞാൻ 2 എണ്ണം ചെയ്ത് നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് 3ാമത്തെ ചെയിനിലേക്ക്, മേലെന്ന് 3ാമത്തെ ചെയിനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഹൂക്ക് കയറ്റുക. എന്നിട്ട് അവിടെ നിന്ന് യാൺ ഓവർ ചെയ്തൊരു യാൺ എടുത്തിട്ട് 2 ലൂപ്പല്ല, നമ്മളിപ്പോൾ ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷേ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 ലൂപ്പും വലിക്കണം കേട്ടോ, ഫുൾ ലൂപ്പും വലിക്കണം. ഇതാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേ പറയാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഇതുപോലെ തന്നെ 2ാമതും ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ അടുത്ത സ്റ്റിച്ചിലേക്ക് പോവുക, അവിടെ നിന്ന് യാണ് ഓവർ ചെയ്തെടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് 3 ലൂപ്പും വലിച്ചെടുക്കുക. പിന്നെ അതവിടെ 3 ലൂപ്പും വലിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് തെറ്റൊക്കെ പറ്റും, പിന്നെ നിങ്ങൾക്ക് അത് ശരിയായി വരും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഈ സ്റ്റെപ്പ് തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെവൽ മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ മൊത്തം ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഓപ്പോസിറ്റുള്ള ഭാഗത്തുള്ള ചെയിനിലേക്കാണ് കേട്ടോ നമ്മൾ കയറ്റേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൂക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റുള്ള ഭാഗത്തെ ചെയിനിലേക്ക് കയറ്റിയതിന് ശേഷം യാൺ ഓവർ ചെയ്യുക കേട്ടോ. യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ഫുൾ ലൂപ്പ് വലിച്ചെടുക്കുക. ഇതാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് എന്ന് പറയാം. അപ്പോൾ ഞാൻ ഇതിലും സ്ലിപ്പ് നോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് പഠിക്കാം. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ പഠിച്ച തന്നെ മാജിക് റിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നുണ്ട് കേട്ടോ, ആ വീഡിയോൻ്റെ ഭാഗം മാത്രം. അപ്പോൾ നമുക്ക് മാജിക് റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞ സ്റ്റിച്ചിൽ പഠിച്ച പോലെ തന്നെ ഈ ഡബിൾ ക്രോഷേ ചെയ്ത് തന്നെ കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ 2 ചെയിൻ ഇട്ടതിന് ശേഷം ഡബിൾ ക്രോഷേ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 12 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 2 ചെയിൻ ഇട്ടതിന് ശേഷം നമ്മുടെ യാൺ ഓവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 2 ലൂപ്പ് വലിക്കുക. ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ അടുത്തതും ചെയ്യുക. ഇതിനാണ് 2 ഡബിൾ ക്രോഷേ പറയുക. ഇതാട്ടോ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ഒരേ സ്റ്റിച്ചിൽ ചെയ്യുന്നതിനാണ് 2 ഡബിൾ ക്രോഷേ പറയുക. അപ്പോൾ ഞാൻ അതാ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്റ്റിച്ച് പഠിക്കാം. ഇത് നമ്മൾ സിംഗിൾ ക്രോഷേ ആട്ടോ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു ചെയിൻ കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്ത സ്റ്റിച്ചിലേക്ക് തന്നെ പോയിട്ട് യാണ് ഒരു ലൂപ്പ് വലിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകൂടി യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ഫുൾ ലൂപ്പ് വലിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുന്നതാണ് നമ്മൾ സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. തന്നെ നമ്മൾ സ്റ്റിച്ചിലേക്ക് പോവാം. എന്നിട്ട് യാൺ ഓവർ യാൺ എടുക്കുക, ലൂപ്പിൽ നിന്ന് എന്നിട്ട് ഫുൾ ലൂപ്പ് വലിച്ചെടുക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഡബിൾ ക്രോഷേ 2 ടുഗെദർ കേട്ടോ. അതിന് വേണ്ടി നമ്മൾ യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് പോയിട്ട് ഒരു യാൺ എടുക്കുക. എന്നിട്ട് 2 ലൂപ്പ് മാത്രം പോക്കാം. 2 ലൂപ്പ് മാത്രം പോക്കിയതിന് ശേഷം യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് പോവാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു ലൂപ്പ് വലിച്ചെടുക്കാം. എന്നിട്ട് അതിൽ നിന്നും 2 ലൂപ്പ് മാത്രം പോകാം. പിന്നെ ബാക്കി 3 ലൂപ്പ് കിട്ടും. അത് ഫുള്ളും നമ്മൾ പോക്കാം. ഇത് നമ്മുടെ ഡബിൾ ക്രോഷേൻ്റെ 2 സ്റ്റിച്ച് കൂടിയും ഒരുമിച്ചാക്കുന്നതാണ് കേട്ടോ നമ്മൾ ഡബിൾ ക്രോഷേ 2 ടുഗെദർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഒന്നുകൂടി കാണിച്ചു തന്നിട്ട് യാൺ ഓവർ ചെയ്യാം. സ്റ്റിച്ചിൽ കയറാം, ഒരു ലൂപ്പ് വലിച്ചെടുക്കാം. 2 ലൂപ്പ് മാത്രമാക്കുക. 2 ലൂപ്പുണ്ട്, അത് അവിടെ വെച്ചിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് പോയി യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുക്കാം. ഇനി 2 ലൂപ്പ് മാത്രം പോക്കാം. ബാക്കി 3 ലൂപ്പുണ്ട്, ആ 3 ലൂപ്പും പോക്കാം. ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഞാൻ ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വേണ്ടവർക്ക് അതിലും പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.